തന്നെ ഇട്ട് ഇവിടെ എല്ലാം നടന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എൻ്റെ കുഞ്ഞിനാളിലെ കുട്ടിക്കാലത്ത് മുതലേ അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ മാല ഒരുപ്പം, മുത്തുമല, ആഭരണങ്ങൾ, പലതരത്തിലുള്ള കമ്മലുകൾ ഉണ്ടാക്കിയിടുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണോ ചെയ്യണമെന്ന് തോന്നുന്നത് അതെല്ലാം കുട്ടിക്കാലം മുതലേ നടത്തി വന്ന ഒരാളാണ് ഞാൻ. അപ്പം നീയൊക്കെ എന്നെ എത്രയൊക്കെ എന്തെല്ലാം പേര് ചുമത്തി മോശക്കാരിയായിട്ട് ആക്കി തീർക്കാൻ ശ്രമിക്കുന്നുവോ, ആ ശ്രമമൊക്കെ പരാജയപ്പെടത്തേ ഉള്ളൂ. കാരണം അതൊന്നുമല്ല ഞാനെന്ന് ഞാനിവിടെ വരുത്തി കാട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആരാണ് തോറ്റു പോകുന്നത്? ഞാനല്ല, നീയൊക്കെ തന്നെയാണ്. അതിൻ്റെയോടെ തെളിവുകളും ഉണ്ട്. എൻ്റെ എത്രയോ കുപ്പായങ്ങൾ ഞാൻ തന്നെയാണ് തയ്ച്ച് ലൈവിലൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ? പിന്നെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടാലറിയാം. എൻ്റെ കുപ്പായങ്ങൾ, എൻ്റെ ചിത്രങ്ങൾ, അതിനൊക്കെ സമയം വേണമല്ലോ, വർഷങ്ങൾ വേണം. അതൊക്കെ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ തയ്യലായാലും അതിലേക്ക് ഗ്രഹിച്ചു പോകാനില്ല. ഏകാന്തമായിട്ടല്ല, അതിലേക്ക് തന്നെ തയ്യൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തയ്യൽ ലോകത്തൊരു മായാവിസ്മയം തന്നെ ഉണ്ടാക്കാം. പല രീതിയിലുള്ള കുപ്പായങ്ങൾ തയ്ക്കാം. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇതും ചിത്രങ്ങൾ. ആദ്യമായിട്ട് ഞാൻ ചിത്രം വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ചിത്രം വരച്ചത് എൻ്റെ ഈ തുടയിലാണ്. എൻ്റെ ശരീരത്താണ് ഞാൻ ചിത്രങ്ങൾ വരച്ച് ആദ്യമായിട്ട് പഠിച്ചത്. പിന്നെ എൻ്റെ കൈവെള്ളയിൽ, മനസ്സിലായോ? പിന്നെ എൻ്റെ മുഖത്ത്, കാരണം ഞാൻ കണ്ണൊക്കെ കണ്ട് ഇങ്ങനെ പിരിയം വരച്ചു, കണ്ണുകൾ വരച്ചു, ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. ലിപ്സ്റ്റിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഈ ചിന്തൂരം, പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ കളർ, അതെ, പിന്നെ ഈ പൂക്കൾ നിൽക്കുവാണെങ്കിൽ അത് പറിച്ച് ചുണ്ടേ തേക്കും, ചുവന്ന പൂക്കൾ. അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ ലയിച്ച് വരികയാണ്. മനസ്സിലായോ? നീയൊക്കെ എന്നെപ്പറ്റി നിൻ്റെയൊക്കെ മനസ്സിനകത്ത് ചിന്തിച്ച് കൂട്ടി വെക്കുന്നതൊന്നുമല്ല ഞാനെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. തോറ്റു പോവുകയുള്ളൂ. എന്നെ ജയിക്കാൻ ഈ ലോകത്ത് ആർക്കുമില്ല, മനസ്സിലാക്കിക്കോണം. കേട്ടല്ല? എന്നെ ജയിക്കാൻ വന്നിട്ടുള്ളവരൊക്കെ തന്നെ തൊപ്പി അടിച്ചു പോകത്തേ ഉള്ളൂ, എങ്ങും എത്തത്തില്ല. എൻ്റെ ബുദ്ധിയോളം കഴിവിനോളം നീ ഒന്നും തന്നെ വരില്ല. മനസ്സിലായോ? അപ്പോഴേ ഈ കുറേ നാറുകളുണ്ട്. ഈ നാറുകളോടൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ദേവിയുടെ നല്ല മനസ്സും സൗമ്യമായ സ്വഭാവവും കൊണ്ട് മാത്രമാണ് ദേവി ഒച്ച കുറച്ച് സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ ആരും മനസ്സിലാക്കിയെന്ന് വരില്ല. ദേവിയെ ഒരുപാട് ഇഷ്ടമാണ്. മറ്റുള്ള അഹങ്കാരികൾ പറയുന്നത് ഒരിക്കലും ചെവി കൊടുക്കാതിരിക്കുക. അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് മാത്രമാണ് അത് എന്ന് ചിന്തിക്കുക. അതാരെഴുതിയതാ? എൻ്റെ പൊന്നു കുഞ്ഞ്, അത് മോൻ ഇങ്ങോട്ട് പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരായാലും എന്തായാലും 75887559 അതിലൊക്കെ പേയ്മെൻറ്റ് ഇതാ കൂട്ടി. എന്നാലല്ലേ എനിക്കൊരു ദക്ഷിണ തന്നിട്ട് നമുക്ക് കൂട്ടുകൂടാം. ഓക്കെ? അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് സാധാരണപ്പെട്ട അളിഞ്ഞു പൊളിഞ്ഞ ആളുകളോടൊന്നും എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമല്ല എന്ന്. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആളുകളെയാണ്.